UPSCയുടെ ക്വസ്റ്റ്യനിലെ കുത്തും കോമായും വരെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അത് മാർക്ക് വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും, സാറ് 11 മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു 10, ടീച്ചർ 9 തന്നിട്ടുണ്ടെങ്കിൽ അതും 10. സിദ്ധാർത്ഥ, ഞാൻ എപ്പോഴും ഈ ക്ലാസ്സിൽ പറയാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മത്സര പരീക്ഷയാണ്. തമാശയ്ക്കാണെങ്കിലും നമുക്ക് പറയാമല്ലോ, ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടാനല്ല ഇത് പോകുന്നത്. നമുക്ക് മലയാളം എഴുതാൻ അറിയാമെങ്കിൽ, അക്ഷരാഭ്യാസത്തിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആർക്കും നമുക്കത് എഴുതിയെടുക്കാനും പഠിക്കാനും പറ്റുന്ന. എന്നോട് ഒരു ഡൽഹി ഇന്റർവ്യൂവിന് ചോദിച്ചു, ആരാണ് ഞാൻ കുറച്ച് ലിറ്ററേച്ചേഴ്സിനെ പറയാന്ന് പറഞ്ഞ് ടക്സി പിള്ള എന്ന് പറഞ്ഞു. എനിക്ക് ടക്സി പിള്ള ആരെന്ന് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി തകഴി ശിവശങ്കര പിള്ളയാണ് ഈ ടക്സി പിള്ള എന്ന് ഉദ്ദേശിച്ചത്. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ഈ വർഷത്തെ UPSC പരീക്ഷയിൽ 271 റാങ്ക് നേടിയ സിദ്ധാർത്ഥം ജോയിയാണ്. എല്ലാവർക്കും സിദ്ധാർത്ഥിനെ പരിചയമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ UPSC ജേണിയിലെ മറ്റു കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥ പലയിടത്ത് സംസാരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിന്ന് സംസാരിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, സിദ്ധാർത്ഥിൻ്റെ ഓപ്ഷനിൽ മലയാളമായിരുന്നു. അപ്പോൾ ഈ UPSC ജേർണിയിൽ വളരെ അനിവാര്യമായൊരു പാർട്ടാണ് ഓപ്ഷനിൽ, നമുക്കറിയാം. അപ്പോൾ അത് സിദ്ധാർത്ഥിൻ്റെ ജേണിയിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തിയെന്നൊക്കെ നമുക്കിന്ന് സിദ്ധാർത്ഥിനോട് തന്നെ ചോദിച്ചത് മനസ്സിലാക്കാം. സിദ്ധാർത്ഥേ, നമസ്കാരം. സിദ്ധാർത്ഥ എങ്ങനെയാണ് ജാലകത്തിൽ എത്തിപ്പെട്ടത്? സാർ, മലയാളം ഓപ്ഷണൽ എന്നുള്ളത് പണ്ടേ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ഡിഗ്രി PG കഴിഞ്ഞിട്ടാണ് ഞാൻ UPSC ഇതിലേക്ക് വരുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് കുഞ്ഞിലെ മുതൽ ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു മലയാളം, പഠിക്കാനും വായിക്കാനും. എപ്പോഴും നമ്മൾ സ്കൂളിൽ ടെക്സ്റ്റ് കിട്ടിയാൽ ആദ്യം വായിക്കുന്ന ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റാണ്. അത് ഇഷ്ടം എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒരു ടെക്സ്റ്റും തുറക്കില്ല. വെക്കേഷന് തന്നെ മലയാളം ടെക്സ്റ്റ് മൊത്തം നമ്മൾ വായിച്ച് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു മലയാളം ഓപ്ഷനിൽ. കാരണം ആ സമയത്ത് ഞാൻ ഗോകുലേട്ടന് സ്ക്രൈബായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്. ഗോകുലേട്ടൻ MA ഇംഗ്ലീഷ് PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി മലയാളം ഓപ്ഷണലിലാണ് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ഓപ്ഷണൽ എന്നുള്ളൊരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതാണ് ഞാൻ എവിടെ പഠിക്കും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഫൈറൂസ് അന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂ പോയിട്ട് നിൽക്കുന്ന സമയം. ടീച്ചറിന്റെ സാറിന്റെ ആദ്യത്തെ സ്റ്റുഡന്റ്. അപ്പോൾ ഫൈറൂസ് എന്നോട് പറഞ്ഞു, മലയാളം ആണെങ്കിൽ വേറെ എങ്ങും പോകണ്ട, നേരെ ടീച്ചറിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ടീച്ചറിനെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, അന്ന് ടീച്ചറിന് ഓർമ്മയുണ്ട്, ഗോകുലും, ആശ, ഹരി, ആകാശ്, ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ് വന്ന് വരുമ്പോ ഒരു കൂട്ടോ. സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കൊരു ഗ്രൂപ്പാ, ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ വിളിക്കുന്നു. ടീച്ചർ ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രൂപ്പ് നമ്മൾ 5 പേരും കൂടെയാണ് വന്ന് ഒരുമിച്ച് അഡ്മിഷൻ എടുത്തത്. അന്ന് കോവിഡ് സമയമാണ്. അപ്പോൾ നമ്മൾ ടീച്ചറിനെ അവിടെ വന്ന് കണ്ടിട്ട് ക്ലാസ് എല്ലാം നമ്മൾ ഓൺലൈനിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ഞാനും ഗോകുൽ, ആകാശം ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരേ റൂമിൽ ഇരുന്ന് ക്ലാസ്സിൽ കയറി അങ്ങനെയായിരുന്നു ജാലകത്തിലേക്ക് വന്ന് ക്ലാസ് തുടങ്ങുന്നത്. ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടിക്കാലം മുതൽ വായനയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഈ വായന ഗൗരവതരമാക്കി, മറ്റേ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇപ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസമോ അല്ലെങ്കിൽ ചെമ്മീനോ അങ്ങനെ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലേക്ക് വായന പ്രവേശിച്ച ഒരു സന്ദർഭം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്കൊരു സന്ദർഭം ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുള്ള ഞാൻ ആദ്യമായിട്ട് വായിച്ച ഇങ്ങനത്തെ ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളാണ്. അത് 6ാം ക്ലാസ് കഴിയും. 6ലെ ടെക്സ്റ്റിൽ, ഞങ്ങൾ സ്റ്റേറ്റ് സിലബസ് മലയാളം ടെക്സ്റ്റിൽ വേരുകളുടെ ഒരു ഭാഗമുണ്ട്, അതിന്റെ അവസാനത്തെ ഒരു ഭാഗമുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് ഈ കഥ എന്നറിയാൻ. അപ്പം അതാണ് ഞാൻ ആദ്യം വായിക്കുന്ന ഒരു പുസ്തകം. പിന്നീട് ഈ പറഞ്ഞ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരന്റെ കഥ എന്നറിയപ്പെടുന്ന നോവൽ. അപ്പോഴാണ് ഒരു സങ്കീർത്തനം പോലെ ഞാൻ കേൾക്കുന്നത്. അതും ഞാൻ 7ൽ വായിച്ചു. പിന്നെ ഒരു നീണ്ട ഗ്യാപ്പാ, പിന്നെ വായിച്ചിട്ടില്ല. പിന്നെ കുറെ കാലത്തേക്ക് വായനയില്ല. പിന്നെ കൂടുതലും നമ്മൾ ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങൾ, ഉപന്യാസങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു വായിച്ചത്. ഇടയ്ക്ക് ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കും, എന്നാലും അങ്ങനെ ഒരു വായന ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ നമ്മൾ ഡിഗ്രിക്ക് ഇംഗ്ലീഷിൽ കയറുന്നതിന് ശേഷം അവിടെ നമുക്ക് കുറച്ച് മലയാളം ടെക്സ്റ്റ് വായിക്കാനുണ്ട്. അപ്പൊ അതിൽ കുറച്ച് വായിക്കും. ബഷീറിനെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വായിക്കാൻ എടുത്തിട്ട് വായിക്കാൻ പറ്റാതെ മാറ്റിവെച്ച പുസ്തകമാണ് ഖസാക്ക്. അത് ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന കണക്ക് എന്ത് വന്നാലും ഇപ്പൊ ഖസാക്കിൽ ഒരു ഉദ്ധരണി ഇല്ലാത്ത രീതിയിൽ അത്രയും ആഴത്തിലാണ് സാറിന്റെ ക്ലാസ്സിൽ ഞാനത് എടുത്തിട്ടുള്ളത്. കാരണം ഖസാക്കിന് അങ്ങനെ ഒരു വായന സാധ്യമാകുമെന്നുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് UPSC നമ്മുടെ ജീവിതത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പുസ്തകമാക്കി സാർ അതിനെ മാറ്റി എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. വായനയിൽ നല്ല ഗൗരവപരമായിട്ടുള്ള സമീപനം UPSCയോട് കൂടി ഉണ്ടായി, തീർച്ചയായിട്ടും ഉണ്ടായി. അപ്പൊ പിന്നെ വേറെ കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്, UPSCക്ക് കഥയും കവിതയും മാത്രമല്ല പഠിക്കാൻ അല്ലേ? അപ്പൊ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പേപ്പർ 1നെ അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതോ ഒന്നുമല്ല, ഇത്തിരി ബോറാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അതിന് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പേപ്പർ 1ൽ ഈ മലയാളത്തിൻ്റെ ഉൽപ്പത്തി സിദ്ധാന്തം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ആശങ്കയാണ്, ഇതെന്താ സിദ്ധാന്തം മലയാളത്തിൽ.
അപ്പോൾ ഈ സിദ്ധാർത്ഥ എങ്ങനെയാണ് മിരുക്കിയെടുത്ത് സെറ്റാക്കിയത്? അത് ടീച്ചർ പണ്ട് ടീച്ചർ എപ്പോഴും പറയും പേപ്പർ 1 പാടാണ് എന്നുള്ളത്. പക്ഷെ അന്നേ എനിക്കറിയായിരുന്നു എനിക്ക് പേപ്പർ 2-നേക്കാൾ ഭേദം പേപ്പർ 1 ആയിരിക്കും എന്നുള്ളത്. കാരണം അനലിറ്റിക്കലായിട്ട് എഴുതുന്നതിനെ കാൾ ഒരു പടി, മറ്റേത് അനലിറ്റിക്കൽ തന്നെയാണ്, പക്ഷേ ഈ പറയുന്ന പോലെ കുറച്ചൊരു നോൺ ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. കാരണം മലയാളത്തിലെ നമ്മുടെ സാഹിത്യ ചരിത്രവും ബാക്കി എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ എനിക്ക് പറ്റും. അത് അതിനകത്തൊരു ബേസിക് വിശകലനം നടത്താൻ. ഇപ്പം പേപ്പർ 2 എല്ലാവർക്കും പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് സന്ദർഭം വെച്ചിട്ട്. പക്ഷെ പേപ്പർ 1 കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. സിലബസിന് മുമ്പ് ബേസ് എന്തുകൊണ്ടാണ് ഈ സിലബസ് വന്നു എന്നുള്ളത്. അപ്പം എനിക്ക് ഒന്ന് കേരള ചരിത്രം എന്റെ ഗവേഷണ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ്, എനിക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ കൂടെയാണ് മലയാള ചരിത്രവും സാഹിത്യ ചരിത്രവും വരുന്നത്. അപ്പം ഇത് രണ്ടിനെയും ബന്ധിപ്പിച്ച് എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. മറ്റതിനേക്കാൾ മാർക്ക് എന്തായാലും ഇപ്പൊ ഇതിന് ചിലപ്പോൾ ബാക്കിയുള്ളവരെക്കാൾ കുറവാണെങ്കിലും പേപ്പർ 2-നേക്കാൾ മാർക്ക് പേപ്പർ 1 ആയിരിക്കും എന്ന് എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു സാർ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ലിറ്ററേച്ചർ പേപ്പറിനല്ല, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനാണ്. അതാണ് എൻ്റെ ഒരു നമ്മുടെ ഒരു സമീപനം അങ്ങനെ തന്നെയായിരുന്നു. അതായത് എപ്പോഴും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളൊക്കെ പോകുന്നത് തന്നെ ഈ ക്ലാസ്സിന് മുമ്പ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക ചരിത്രം, ഇവിടുത്തെ ജനജീവിതം, ഇവിടുത്തെ മനുഷ്യൻ്റെ ഡിവിഷനിങ് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് സാധാരണ ഈ ക്ലാസ് എടുക്കാറില്ലേ. തീർച്ചയായിട്ടും ഈ കേരള ചരിത്രത്തിനെ കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് ഈ നമുക്ക് പേപ്പർ 1 കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം നമ്മളെപ്പോഴും പറയും, സാറ് ഇപ്പോൾ നമ്മൾ 3 നോവൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ദുലേഖ തുടങ്ങുന്നതിന് മുമ്പ് കേരള നവോത്ഥാനത്തിന്റെ ഒരു ഫുൾ ക്ലാസ് നമ്മൾ ആദ്യം ഇരുന്ന് സംസാരിച്ച് ബംഗാളിലും കേരളത്തിലും എന്തുകൊണ്ട് നവോത്ഥാനം 2 എന്നുള്ളതടക്കം നമ്മൾ സംസാരിക്കും. അത് കഴിഞ്ഞ് ചെമ്മീൻ തുടങ്ങുമ്പോൾ നമ്മൾ 1930-കളിലെ പുന്നപ്ര വയലാർ അടക്കമുള്ള കേരള രാഷ്ട്രീയ സന്ദർഭങ്ങൾ, പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം, അവിടെ നിന്ന് തകഴിയായിട്ടുണ്ടാവുന്ന ഇത്, അങ്ങനെ സാറിന്റെ ഫുൾ ചരിത്രം അവിടെ നമ്മൾ പറയും. അത് കഴിഞ്ഞ് ഖസാക്കിൽ വരുമ്പോൾ കേരള ചരിത്രം മാത്രമല്ല, സാറ് മനുഷ്യന്റെ എവല്യൂഷൻ, പരിണാമം തൊട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ ഒരു ക്ലാസ് എപ്പോഴും നോവലിന് മുന്നേ നമ്മൾ ആ ചരിത്രത്തിന് വേണ്ടി എപ്പോഴും അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പീരിയോഡിക്കലി കേരള ഹിസ്റ്ററിയുടെ ചില നാൾ വഴികളിലൂടെ ലിറ്ററേച്ചർ പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അത് 2 കാര്യം പഠിക്കുന്ന മാത്രമല്ല സാർ, എനിക്ക് തോന്നുന്നു നമ്മളെ UPSC ചോദ്യം എപ്പോഴും എല്ലാവരും മലയാളത്തിന് കുറച്ച് ലിമിറ്റേഷൻ എല്ലാവരും പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ചോദ്യത്തെ ഡിമാൻഡ് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അഡ്രസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അത് മാർക്ക് വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പേപ്പർ 1 ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ അറബി മലയാളം മാപ്പിളപ്പാട്ടുകളെ ഏത് കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ അതിന്റെ ഇത് എഴുതിയിട്ട് കാര്യമില്ല, ഏത് കാലഘട്ടത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൺക്ലൂഷനിൽ വരണം. ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ എഴുതിയില്ലെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന് ആൻസർ ചെയ്യില്ല. നമ്മൾ GS-ന് എങ്ങനെ ആൻസർ കോണ്ടെക്സ്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെയും അത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം ചിന്താവിഷ്ട സീതി ആയാലും കുടിയൊഴിക്കലൊക്കെ ആണെങ്കിലും അതാത് കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ശരിയല്ലേ? അതെ അതെ. ഇപ്പം നവോത്ഥാന പശ്ചാത്തലത്തിൽ 1919 സീത വരുന്നത്. 19 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളം അതിതീക്ഷ്ണമായ രീതിയിൽ നവോത്ഥാന സമരങ്ങൾ കൊണ്ടും വ്യക്തികളുടെ വീണ്ടെടുപ്പുകൾ കൊണ്ടും ഒക്കെ സമൂഹങ്ങളുടെ വീണ്ടെടുപ്പുകൾ കൊണ്ടൊക്കെ തിളച്ചു പറയുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു രചന. ഇപ്പം കുടിയൊഴുക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു രക്തരൂഷിതമായ ഒരു വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കവിത രചിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സാമൂഹിക ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. കേരള ചരിത്രമായിട്ട് കുടിയൊഴിക്കൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ ചരിത്രം എഴുതാതെ നമുക്ക് ഇത് എഴുതാൻ പറ്റില്ല. പക്ഷെ ചരിത്രം മാത്രം എഴുതിയിട്ടും കാര്യമില്ല, ലിറ്ററേച്ചർ മാത്രം എഴുതിയിട്ടും കാര്യമില്ല. അവബോധം നല്ലത് തന്നെ. ആ ഒരു ബ്ലെൻഡ് എപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് വരുന്നതെന്നുള്ളത്, എവിടെ ചരിത്രം എഴുതണം, ആ ചരിത്രത്തിൽ നിന്ന് ആ സാഹിത്യകൃതി എങ്ങനെ കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. അത് എവിടെയാണെങ്കിലും, ഇപ്പം സീത ടീച്ചർ പറയുമ്പോഴാണെങ്കിലും നോവൽ സാറ് പറയുമ്പോഴാണെങ്കിലും നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള ചരിത്രം. പിന്നെയും എനിക്ക് തോന്നുന്നു ഹിഗ്യുറ്റിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഇപ്പൊ പല ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം മാത്രമല്ല, ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മിത്തോളജി, ഭാരത പര്യടനത്തിലും ഇതേ സംഭവം തന്നെയാണ്. മഹാഭാരതത്തിന്റെ കഥ മനസ്സിലായിട്ട് ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് ആശയം എടുക്കാൻ പറ്റണം. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒരു സാഹിത്യവും അതിന്റെ പശ്ചാത്തലവും, ആ 2 കാര്യങ്ങളെയും കൃത്യമായി അവതരിപ്പിക്കുമ്പോഴാണ് മാർക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോ സിദ്ധാർത്ഥ പറഞ്ഞ ഒരു കാര്യമാണല്ലോ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇതൊരിക്കലും ഒരു പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ടില്ല. സിദ്ധാർത്ഥ കഥകൾ വായിച്ചു വന്നു, അല്ലെ കവിതകളൊക്കെ അങ്ങനെ വായിച്ചു വന്നിട്ടും ഇതൊരു ബുദ്ധിമുട്ടായില്ല. ഇപ്പൊ മലയാളം ഓപ്ഷൻ എടുക്കുമ്പോഴേ പല കുട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്, 8 ക്ലാസ്സിന് ശേഷം മലയാളം തൊട്ടിട്ടില്ല, ഡിഗ്രിക്ക് എടുത്തിട്ടില്ല, അപ്പോൾ ഞങ്ങൾ എങ്ങനെ എടുക്കും? അല്ല, അപ്പോൾ നമുക്ക് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് UPSCക്കുള്ള
ഒരു തയ്യാറെടുപ്പ് നടത്താമല്ലോ. എഴുതാൻ പറ്റും ടീച്ചർ. കാരണം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ചില ആൾക്കാരുടെ ആൻസേഴ്സ് കാണുമ്പോൾ ഭയങ്കര തീവ്രമായ സാഹിത്യവൽക്കരണം നമ്മൾ കാണുന്നുണ്ട്. ആ ഈ മറ്റേ ചങ്ങമ്പുഴ എഴുതുന്നത് പോലെ മലയാളം ആൻസർ എഴുതുന്നത്, അങ്ങനത്തെ മലയാളം നമ്മൾ ഒരിക്കലും കാര്യമില്ല. ഞാൻ എപ്പോഴും ഈ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മത്സര പരീക്ഷയാണ്. തമാശയ്ക്കാണെങ്കിലും നമുക്ക് പറയാമല്ലോ, ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ജ്ഞാനപീഠ അവാർഡ് കിട്ടാനല്ല ഇത് പോകുന്നത്, ഇത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ്. അപ്പം ഉത്തരത്തിൽ എപ്പോഴും ഒബ്ജക്റ്റിവിറ്റിക്ക് ഫോക്കസ് ചെയ്യണം. ഉറപ്പായിട്ടും ശരിയാണല്ലോ. അപ്പൊ അതാ ടീച്ചർ എപ്പോഴും പറയും ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അതാണ് നല്ലത്. നമ്മുടെ ആദ്യത്തെ ഉത്തരങ്ങളെല്ലാം ഇപ്പൊ ഞാനും ഹരിയും ആശയം കൊണ്ടുവരുമ്പോൾ ടീച്ചർ എപ്പോഴും പറയും സാഹിത്യം പഠിച്ചതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. കാരണം ആവശ്യമില്ലാതെ കോംപ്ലിക്കേറ്റ് ചെയ്ത് വാക്കുകൾ കയറ്റി ആ വളച്ചു കെട്ടൽ ഒഴിവാക്കാനാണ് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷവും നമ്മൾ പണിയെടുത്തോണ്ടിരുന്നത്. ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സിദ്ധാർത്ഥിനോട് പലപ്പോഴും ഞാൻ പറയും ഇംഗ്ലീഷ് അല്ലേ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചർ അത് മാത്രം ടീച്ചറിനെ മനസ്സിലായി അത് വേണ്ടായിരുന്നു. അതായത് ആ സബ്ജക്ട് പഠിച്ചെന്നോ ഇതൊന്നും ഇവിടെ ബാധകമല്ല. ആർക്കും ഒരുപോലെ തന്നെ മലയാളം വഴങ്ങും, എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു അപ്പം ആശ ഫിസിക്സ് പഠിച്ച ആളാണ്. അപ്പം എന്നെക്കാൾ നല്ല രീതിയിൽ ആശയ്ക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. കാരണം സയന്റിഫിക് പ്രിസിഷൻ ആണ് എപ്പോഴും വേണ്ടതെന്നാണ്. മലയാളത്തിലാണെങ്കിൽ പോലും നമുക്ക് 2 പേജേ ഉള്ളൂ. നമ്മൾ ബാക്കി ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയിലൊന്നും എഴുതുന്ന അത്ര സ്ഥലം നമുക്കില്ല. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം. പക്ഷേ ആ ബുള്ളറ്റ് പോയിന്റിനെ പാരഗ്രാഫ് ആക്കി നമുക്ക് എഴുതാനും പറ്റണം എന്നാണ്. അപ്പൊ ആർക്കും എടുക്കാൻ പറ്റും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് ആർക്കും എടുക്കാൻ പറ്റും. നമുക്ക് മലയാളം എഴുതാൻ അറിയാമെങ്കിൽ അക്ഷരാഭ്യാസത്തിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആർക്കും നമുക്ക് അത് എഴുതിയെടുക്കാനും പഠിക്കാനും പറ്റുന്ന. സാഹിത്യ ഭാഷ ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സാഹിത്യ ഭാഷ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് സംശയം. കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ഇല്ലാത്തപ്പോൾ നമ്മൾ നമ്മള് വേറൊന്നും ഇല്ലാത്തപ്പോ ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം ഒരു നല്ല ഭാഷയിൽ എഴുതുന്നതിൽ കുഴപ്പമില്ല. അറിഞ്ഞുകൂടാതിരിക്കുമ്പോ ആവശ്യമില്ലാത്ത ഭാഷയിൽ എഴുതിയ പ്രാധാന്യമില്ല. അത് തീർച്ചയായിട്ടും എനിക്ക് അനുഭവം ഉള്ളതാണ്. കാരണം ഞാൻ 2ാമത്തെ പേപ്പറിൽ സമയം തികഞ്ഞില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു 2 ക്വസ്റ്റ്യനോളം ഏകദേശം പോയിട്ടുണ്ട്. പക്ഷെ GS എനിക്ക് 1.5 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് പോയതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്തത് അവസാനത്തെ 10 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതി, പിന്നെ ബാക്കി ഫില്ല് ചെയ്ത് തീർക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതേപോലെ ലാസ്റ്റത്തെ 2 എസ്സേ ചെമ്പൻകുഞ്ഞിനെ കുറിച്ചുള്ള എസ്സേ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ല. അതിന്റെ കൃത്യമായ മാർക്ക് കുറവ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്യാസ് അടിച്ച മാർക്ക് കയറുമെങ്കിൽ എനിക്ക് അവിടെ പ്രശ്നം വരുന്നില്ല. കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. ഞാൻ ടീച്ചറിനോട് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ ഒരു 230 കിട്ടി. എന്നോട് സിദ്ധാർത്ഥ പറഞ്ഞു ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ വേണേൽ സാറിന് ഫോട്ടോ ഇട്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസമില്ല. കറക്റ്റ് 255 ആൻസർ എഴുതി ഇവർക്ക് തന്നെ അറിയാം. അല്ല നമ്മളത് പറയാറുണ്ടല്ലോ, ഇപ്പം ഒരു ആൻസർ നമ്മൾ കറക്റ്റ് ചെയ്ത് തരുന്നു, കറക്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആൻസർ വാല്യൂട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ തന്നെ വാല്യൂട്ട് ചെയ്യുന്നത് ടീച്ചർ സാറും തരുന്ന ഇൻപുട്ടിൽ നിന്നാണ് ഞാൻ അത് എപ്പോഴും എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും സാറ് 11 മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു 10, ടീച്ചർ 9 തന്നിട്ടുണ്ടെങ്കിൽ അതും 10. സാറ് തരുന്നതിന്റെ ഒരു ആവറേജ് ആയിരിക്കും എപ്പോഴും നമ്മുടെ മാർക്ക്. ഞാൻ അങ്ങനെ തന്നെയാണ്. ഇത് കഴിഞ്ഞ് എന്റെ ആൻസറിന്റെ ഒരു അന്ന് വൈകുന്നേരം തന്നെ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുതിയത് മറന്നു. അപ്പൊ ഞാൻ മലയാളം ഓപ്ഷനിൽ പിറ്റേന്ന് മലയാളം ഓപ്ഷനിലുള്ള എക്സാം തീർന്നു. ഞാൻ എടുത്ത് നോക്കി, ഓക്കെ ഏകദേശം എവിടെയൊക്കെ ഇത് കിട്ടും എന്നുള്ള ഇത്. അത് ഞാനൊരു ബെഞ്ച് മാർക്ക് എപ്പോഴും വയ്ക്കുന്നത് 15 മാർക്കിന്റെ 7.5, ഒരു ഡീസന്റ് ആൻസർ 7.5. അത് അത്യാവശ്യം കൊള്ളാമെങ്കിൽ ഒരു 8.5, കുറച്ച് ആവറേജ് ആണെങ്കിൽ 6.5. ഈ പാറ്റേണിൽ ഞാൻ എല്ലാം മാർക്ക് ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് പേപ്പർ 1 ഒരു 230 മാർക്ക് വരെ കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതിന് 233 കിട്ടി. പേപ്പർ 2 ഒരു 225 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അത് 222. പക്ഷെ കൂട്ടിയപ്പം രണ്ടിലും വരുന്ന കറക്റ്റ് 200 അല്ല 123. രണ്ട് ക്വസ്റ്റ്യൻസ് വിട്ടുകളെന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു എഴുതാത്തതിൽ മൊത്തത്തിൽ എനിക്കൊരു 10 മാർക്കിന്റെ നഷ്ടം എഴുതാതെ വന്നിട്ടുണ്ടാവും. കാരണം ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഹിഗ്യുറ്റയുടെ ചോദ്യം 1.5 പേജേ ആയുള്ളൂ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 10 മാർക്കിന്റെ ഒരു 4-5 മാർക്ക് വരെ ചിലപ്പോൾ പോയാനെ. അതൊരു 2.5-3 കിട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ചെറിയ പാളിച്ച പോലും നല്ല രീതിയിൽ ബാധിക്കും. അവസാനത്തെ 10 മാർക്കിന്റെ, അതായത് ഗദ്യത്തിന്റെ 5 ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള അതിൽ ഇന്ദുലേഖയുടെ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി 4 എഴുതി തീർക്കാൻ വേണ്ടി എഴുതി തീർത്തു എന്നുള്ളതാണ്. അവിടെ എല്ലായിടത്തും മാർക്കില്ല. അതിനൊരു 1.5 വെച്ച് 4 എനിക്ക് 1.5 ഒരിടത്ത് 2, ബാക്കി 3 ഒരു 1.5 വെച്ചും പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു 7-8 മാർക്ക് അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇത് ടൈറ്റ് ആവും ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ തൊട്ട് മുന്നത്തെ ഒരു 20 മാർക്കല്ല ഞാൻ ആദ്യം എഴുതി തീർക്കും. കാരണം അത് റിസ്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നത്. 20 മാർക്കിന്റെ എല്ലാം എഴുതി തീർക്കും, 15 മാർക്ക് എല്ലാം തീർക്കും, എന്നിട്ട് അവസാനമാണ് 10 മാർക്കിന്റെ വയ്ക്കുന്നത്.
അപ്പോൾ അതായിരുന്നു ഒരു രീതി. അല്ലെങ്കിൽ ഇതിലും വലിയ ചിലപ്പോൾ ദുരന്തമായി പോയാനെ. പക്ഷേ അത് കുഴപ്പമില്ലാതെ വന്നു. പക്ഷേ 10 മാർക്കേഴ്സും ഒരു 15 മാർക്കറിനകത്തും എനിക്ക് കുറച്ച് പ്രശ്നം വന്നു. അത് മൊത്തത്തിൽ നോക്കിയാൽ എനിക്ക് ഒരു 10-12 മാർക്കോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതും ഞാനൊരു ആവറേജ് പ്രിപ്പറേഷൻ ആണ് ഇത്തവണ നല്ല പ്രിപ്പറേഷൻ എന്ന് കൂടി ഞാൻ പറയില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത, കാരണം ഫസ്റ്റ് ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്നതിന്റെ എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. കുറച്ച് കുറവായിരുന്നു, കുറച്ചധികം കുറവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ, ആ സമയം കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിരുന്നെങ്കിൽ ഒരു 15 മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സിലേ ഇപ്പം ക്ലാസ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും, മറ്റൊന്നും കുഴപ്പമില്ല. ഏറ്റവും പാടുള്ളൊരു ടാസ്ക് എന്തായിരുന്നു? എഴുത്താണോ, സ്പീഡാണോ, ഹാൻഡ് റൈറ്റിംഗ് ആണോ? സ്പീഡ് ഒരു പ്രശ്നമായിരുന്നു, പക്ഷെ അതിൽ ഏറ്റവും പ്രശ്നം എനിക്ക് വന്നിട്ടുള്ള അനോട്ടേഷനാണ്. ഞാൻ എത്ര അനോട്ടേഷൻ എഴുതിയാലും ടീച്ചർ പറയും ഇത് പോരാ, ഇത് ലൈക്ക് നമ്മള് ഭയങ്കര വളരെ പ്രോപ്പറായിട്ട് പണ്ട് സച്ചിനോട് മറ്റേ ബോൾ എറിഞ്ഞിട്ട് ആ കോയിൻ വീഴാതിരിക്കണം എന്ന് പറയുന്ന പോലെയാണ്. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ റീറൈറ്റ് തരും. ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ള അനോട്ടേഷൻ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. അവസാനം ഏകദേശം ഒക്കെ ഒപ്പിച്ചു, നന്നായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഏകദേശം. ഇത്തവണത്തെ അനോട്ടേഷനിലും പക്ഷെ 3 എണ്ണം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറക്റ്റ് എഴുതിയ പോലെ തന്നെ 5-ൽ 3 എണ്ണം കിട്ടി. 2 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭീഷ്മപർവം ഒന്ന് ചെറിയ ഒരു കോണ്ടെക്സ്റ്റ് ഇതായി പോയിട്ടുണ്ട്. പക്ഷെ അതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി, കാരണം താളം അറിയാം, അപ്പം ഏതാ കൃതി എന്നുള്ളത് അറിയാം, മഹാഭാരതത്തിന്റെ കഥയും അറിയാം. പിന്നെ അത് വെച്ച് നമ്മൾ എഴുതി. അല്ല, എന്താണ് ഇവർക്ക് ഓരോന്നിനും കൊടുക്കേണ്ടതെന്ന് അവർക്ക് ഐഡിയ കിട്ടും. നമ്മൾ അത്രയും വർക്ക് ചെയ്ത് അത് കിട്ടുകയില്ല. അല്ല, ശരിക്കും സിദ്ധാർത്ഥ് റിപ്പീറ്റ് ചെയ്ത് എഴുതിയല്ലോ. നമ്മളൊക്കെ ഇപ്പൊ എന്റെ ആൻസർ ബുക്ക് നമ്മൾ വീണ്ടും എഴുതി. ആദ്യം നമ്മൾ റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചേ എന്ന് വെച്ചാല് ഒരു മടിയില്ലാതെ ചെയ്തല്ലോ. അപ്പൊ ഒരു എഴുതാൻ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര മടിയില്ല, ആദ്യം എഴുതിക്കാറുമില്ല കേട്ടോ. നമ്മൾ അത്രയൊന്നും ആദ്യം എഴുതിയിട്ട് കാര്യമില്ല. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിപ്പോ എഴുതണോ, ഇതൊക്കെ കുട്ടികൾക്ക് ഒരു പേടിയാ. നമ്മൾ കറക്റ്റ് ടൈമിൽ ശരിക്കും മെയിൻസിന് നന്നായിട്ട് ആ ഒരു റിതം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അങ്ങ് വരും. അപ്പം ഇത്തിരി മടിയാണെങ്കിൽ നമ്മളങ്ങ് എഴുതിപ്പോവും, എഴുതി നമ്മൾ ട്രാക്കിലെത്തും. പക്ഷെ ആ സമയത്ത് ശരിക്കും കൃത്യസമയത്തൊക്കെ സിദ്ധാർത്ഥ് ആൻസർ ബുക്ക് കൊണ്ട് വരും, വിളിച്ചു ചോദിക്കും. പിന്നെ നമ്മൾ സൈലത്തിൽ ഇരുന്നായിരുന്നു നമ്മുടെ സൈലത്തിലെ ക്ലാസ് ഡിസ്കഷൻ. ഞാൻ 2 ആൻസർ ബുക്ക്ലെറ്റ് എപ്പോഴും എടുക്കും. ഒരെണ്ണം ഞാൻ എഴുതും, എന്നിട്ട് ടീച്ചറെ സാർ കറക്റ്റ് ചെയ്ത് തരുന്നത് 2ാമത്തെ ബുക്ക്ലെറ്റിൽ വെക്കും. ആ 2ാമത്തെ ബുക്ക്ലെറ്റ് ആണ് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. മാക്സിമം എനിക്ക് ഒരു ടെസ്റ്റ് ഒക്കെ അവസാനം GS-ന് തൊട്ട് മുന്നത്തെ ആഴ്ച മാത്രം എനിക്ക് ആ ഒരു ടെസ്റ്റ് മിസ്സായി. ഫുൾ ടെസ്റ്റ് ഒരെണ്ണം മിസ്സായി. അത് പേപ്പർ 1 ആയിരുന്നു. അത് എനിക്കറിയാം, ടെസ്റ്റ് എഴുതിയാലും കുഴപ്പമില്ല, പഠിച്ച ഇത് ചെയ്യാൻ പറ്റും. GS1 അല്ല, പേപ്പർ 1ന്റെ ഫുൾ ടെസ്റ്റ്. കാരണം പോയിന്റ് വെച്ചാൽ മതി, പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതിൽ എഴുത്ത് പ്രശ്നമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അത് മാത്രം എഴുതാൻ പറ്റിയില്ല. പക്ഷെ ബാക്കി എല്ലാ ടെസ്റ്റും ഞാൻ എഴുതി കറക്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടായിരുന്നു പോയത്. അതല്ലേ എന്റെ ഇപ്പോഴും അതേപോലെ. അല്ല, അത് നമ്മുടെ ഒരു മെറ്റീരിയലാണ്. അടുത്ത പ്രിപ്പറേഷൻ സമയത്ത് അത് എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് റീഫ്രഷ് ആകാൻ പറ്റും. ഒന്നുകൂടെ കുറച്ച് പുഷ് ചെയ്താൽ മതി. പിന്നെ ഇപ്പം വേറൊരു ആശങ്ക, കുട്ടികളുടെ ഒരു ആശങ്കയാണ് ഈ വരികൾ എങ്ങനെ പഠിക്കും എന്നുള്ളത്. അതൊരു ജോലിയാണ്. അതിലിപ്പോ സിദ്ധാർത്ഥിനെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല നമ്മുടെ ക്ലാസ്സിൽ. വരികൾ പഠിച്ച് അപ്പൊ അത്രയും പഠിക്കാൻ വേണ്ട. അത് കുട്ടികൾക്ക് പേടിയാ, ഇത്രയും പഠിക്കണോ. ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, സിദ്ധാർത്ഥിന് മുഴുവൻ കാണാപ്പാടായിരുന്നു, പെരുന്തച്ഛനും സീതയെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും അത്രയും വേണ്ട, പക്ഷെ കുറച്ച് വരികൾ നമ്മൾ പഠിക്കണം. അതെങ്ങനെ സിദ്ധാർത്ഥ റെഡിയാക്കി എടുത്ത്? പണ്ട് എനിക്ക് ടീച്ചർ പറയുമായിരുന്നു, ഒരു പുസ്തകം വാങ്ങിച്ചാൽ അതിൽ വേണ്ട വരികൾ എഴുതി വെക്കണം എന്നുള്ളത്. അത് ചെയ്തില്ല. അത് അവസാനം പിന്നെ നമ്മൾ എല്ലാം കൂടി 3 മാർക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്ന് പറയുന്നത് അതിനടുത്ത്. വരി പഠിച്ചാൽ എനിക്ക് തോന്നുന്നു തന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ളത് വിഷ്ണുവാണ്. നമ്മുടെ വിഷ്ണു സോമര. വിഷ്ണു ഞാനും സെക്രട്ടറി നമ്മൾ ഒരുമിച്ച് ലീവ്, ഒരുമിച്ച് പരീക്ഷ ആയതുകൊണ്ട് വിഷ്ണു ഞാൻ ഒരുമിച്ച് മലയാളം മാക്സിമം പഠിച്ചത്. അപ്പം വിഷ്ണു പറയും, എടാ ഈ വരി നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ആവശ്യമുണ്ട്. അവൻ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, ശരി. ഇല്ല, പാട്ടുബുക്ക് ഉണ്ടാക്കിയില്ല. ഞാൻ ഒരു ഇതിനകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിലും പോയിന്റ് ഉണ്ട്. ടീച്ചർ തന്ന പോയിന്റ് ഒരു സൈഡിലും അവിടെ എഴുതേണ്ട വരി വലത്തെ സൈഡിലും വെച്ച് എഴുതി വെച്ചു. അപ്പൊ പിന്നെ എല്ലാ ഇത് ഉദാഹരണം ചോദിച്ചാലും എന്റെ പോയിന്റ് ഉണ്ടായിരുന്നു. ഈ സിദ്ധാർത്ഥ വേറെ കാര്യം, അപ്പൊ അതുപോലെ സിദ്ധാർത്ഥ എല്ലാത്തിനും ക്ലാസ് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ ക്ലാസ് നോട്ടിന്റെ ഒരു പ്രിപ്പറേഷൻ നന്നായിട്ട് ഉപകാരപ്പെട്ടില്ലായിരുന്നു? നന്നായിട്ട് ഇത് അല്ല, നമ്മൾ വേറെ മെറ്റീരിയൽ തന്നെ കുറച്ച് ഹാൻഡ് ഔട്ട്സ് തരുന്നല്ലാതെ ക്ലാസ് നോട്ട്സിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആ നോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ ചെയ്തത് സാർ, ഞാൻ ലാസ്റ്റ്, അതായത് ഈ 3 അറ്റംപ്റ്റും പ്രിലിംസ് ഇല്ലാതിരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് വീണ്ടും ഞാൻ ഇരുന്നല്ലോ സാർ ക്ലാസ്സിൽ 1 ഇരുന്നു. 2024 ലീവ് എടുത്ത് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഫുൾ ഉണ്ടായിരുന്നു.
അപ്പൊ എല്ലാ ദിവസവും ഞാൻ 2 നോട്ട് എടുത്തു, പേപ്പർ 1 പേപ്പർ 2. ഏതാ ക്ലാസ് എന്ന് വെച്ചാൽ അത് ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ എഴുതി. ഞാൻ ബുക്കിൽ എഴുതിയാൽ ചിലപ്പോൾ മറ്റേ ഖസാക്കിൽ എഴുതി വെച്ചാൽ ചിലപ്പോൾ മിസ്സാവും. ഇതിൽ മാക്സിമം, അതായത് സാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെന്റെ ബുക്കിൽ ഉണ്ടാവുന്ന ഞാൻ ഇത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിന്റെ സമയത്ത് അത് ഒന്ന് മാറ്റി കുറച്ചുകൂടെ ഫെയർ ആക്കി അതേ കാര്യം. അപ്പൊ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഫെയർ ആയി വീണ്ടും ഇമ്പോസിഷൻ പോലെ എഴുതുന്നതുകൊണ്ട് ഭയങ്കര റിട്ടൻഷൻ ഉണ്ടായിട്ടുണ്ട്. ലെക്ചർ നോട്ട് തന്നെയാണ്, ലെക്ചർ നോട്ടും പിന്നെ നമ്മുടെ മെയിൻസിന്റെ സമയത്തിട്ട ഹാൻഡ് ഔട്ട്സുകളും കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്. പേപ്പറിനെ കുറച്ചുകൂടെ നമ്മൾ നോട്ട്സ് തന്നെ തരുന്നുണ്ട്. സെക്കൻഡിന് കുറച്ചുകൂടി ഇന്റർപ്രറ്റ് ചെയ്യുന്ന ലെക്ചർ നോട്ട് തന്നെയാണ്. ലെക്ചർ നോട്ടിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ഞാൻ നോട്ട് എഴുതുന്ന ഒരു കാര്യമുണ്ട്, ശ്രദ്ധ പോവാതിരിക്കാൻ കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ വഴിക്ക് നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകും. എഴുതുന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ സിദ്ധാർത്ഥ ശരിയല്ലെന്ന് സിദ്ധാർത്ഥ മിണ്ടില്ല. അപ്പൊ ഞാൻ ഇവർ ഉറങ്ങുവാണോ, അപ്പോഴാണ് മനസ്സിലായി ഇവരെല്ലാരും റീഡിംഗ് റൂമിലായിരിക്കുന്നത്. സംസാരിക്കാൻ പറ്റത്തില്ല. എഴുതി കയ്യക്ഷരം ഓട്ടോമാറ്റിക് ആയിട്ടേ നമ്മളിപ്പോ ആദ്യം എഴുതാൻ ഷോർട്ട് നോട്ട് തന്നെ എഴുതിയാൽ ലെക്ചർ നോട്ട് എഴുതി തന്നെ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ റെഡി ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ആയിക്കോളും. അല്ല, ഞാൻ ഈ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസിനെ കണ്ടിട്ടുണ്ട്, അവരുടെ കയ്യിൽ എപ്പോഴും നോട്ട് ഭയങ്കര നമ്മൾ പറഞ്ഞതനുസരിച്ച് നോട്ട് തയ്യാറാക്കി എന്നിട്ടുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ റിവിഷനൊക്കെ വെക്കുമ്പോഴത്തേക്കും അവർ ആ നോട്ടിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്ക് എന്നാലും ചിലപ്പം ഒരു പുതിയ പുസ്തകം വായിക്കുമ്പം ഒരു പഠനം വായിക്കുമ്പോൾ കൂടുതൽ ഐഡിയ വരും. അപ്പോൾ ആ ഐഡിയ അവരങ്ങ് ഇൻപുട്ട് ചെയ്യും. ചിലര് ഇത് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാറും, എല്ലാ വർഷവും ഓരോ പുതിയ ഐഡിയ വരും. UPSC മാറും. അതെ, അവരെന്താ ചോദിക്കുന്നത് നമുക്കറിയത്തില്ല. അല്ല, അതുകൊണ്ട് വീണ്ടും 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 നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് മലയാളം സബ്ജക്ട് എല്ലാവരും വിചാരിക്കും അതിൽ തീർന്നു ഇല്ല, അതിൽ മാറിക്കൊണ്ടേ. പക്ഷെ ആ ഒരു വഴി തുറന്നു കിട്ടിയാൽ പിന്നെ ഇവർക്ക് തന്നെ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ പറയുന്നേക്കാൾ നിങ്ങൾക്ക് ചിന്തിക്കാനും എഴുതാനും ഒക്കെ പറ്റും. അത് ഇതാ ടീച്ചർ, എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത്. ഉദാഹരണത്തിന് ഈ ഏത് പേപ്പർ 1 പേപ്പർ 2 ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആ ടെൻഷനിൽ നമ്മൾ ആ ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കില്ല. പഠിച്ചത് അതേപോലെ എഴുതി വെക്കാനാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് കുറവായിട്ട് നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ നോക്കും. UPSCയുടെ ക്വസ്റ്റ്യനിലെ കുത്തും കോമയും വരെ ശ്രദ്ധിക്കണം. കുത്തും കോമ വരെ ശ്രദ്ധിക്കണം. അതെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റിങ് വന്നിട്ട് ഒരു ഹൈഫിൻ ഇട്ടിട്ട് വിമർശിക്കുക എന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാത്തവരെ സംബന്ധിച്ച് അവർ ആദ്യം തന്നെ വിമർശനാത്മകമായിട്ടങ്ങ് തട്ടേക്കാം. പക്ഷേ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിനെ വിമർശിക്കുകയാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ അല്ലാതൊരു പ്രസ്ഥാനം തന്നിട്ട് വളരെ നോർമലായിട്ടേക്കും വിമർശന ബുദ്ധിനെ പരിശോധിക്കുക. അപ്പോൾ നമ്മുടെ ഇവാലുവേഷനാണ്. പക്ഷേ വിമർശന ബുദ്ധിയെ പരിശോധിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ഹൈഫിനിട്ട് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്ക് അതിനെ വിമർശിക്കുക എന്നുള്ളത്. അത്തരം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോയിട്ടുണ്ട് കൂട്ടുകാരുടെ. പിന്നെ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് പ്രയോജനപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ജനറലി ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ റൊമാൻറ്റിസിസം, റിയലിസം അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇൻ കേസ് ഒന്ന് പാളിപ്പോയാലും അവിടെ ഉള്ള ഐഡിയാസ് വെച്ച് നമുക്ക് ഫിൽ ചെയ്യാം. ഈ ഖസാക്കിന്റെ ഇതിഹാസം പഠിച്ചോ ഇടയ്ക്കാൻ സിദ്ധാർത്ഥ ഈ എക്സ്റ്റൻഷനിസം എന്റെ പൊന്നു സാറേ എന്നോട് ചോദിക്കുന്നത് എനിക്കറിയില്ല. അല്ല, അത് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ മറ്റേ ഹമേർഷ്യ കഥാർസിസ് ഒക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥ ഇരിക്കല്ലെന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരുപടി കൂട്ടി പറയും. അത്ര ആവശ്യമില്ലല്ലോ. അവസാനം വന്നപ്പോ എന്തായി, പെരുന്തച്ഛനെ നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ തിയറി ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് അത്രയും നമുക്ക് കുഴപ്പമില്ല, ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ചില സമയത്ത് ഇതേപോലെ ഉണ്ട് സാർ. എന്ന് വെച്ചാൽ പേപ്പർ 1 ഇപ്പൊ ഇൻ കേസ് നമുക്ക് ആ പ്രസ്ഥാനത്തെ കുറിച്ച് ധാരണയില്ലെങ്കിൽ ഇവരെ പോലെയാണ് ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് കോട്ട് ചെയ്യാൻ. ഇപ്പം വേർഡ്സ്വർത്തിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ചങ്ങമ്പുഴയുടെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാൽപ്പനിക കവികളുടെ പ്രഭാവം അങ്ങനെ കുറെ ഘടകങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ മോഡേണിസം വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ വലിയ വ്യത്യാസമുണ്ട്. രണ്ട് ചരിത്ര സന്ദർഭങ്ങളാണ് വരുന്നത്, അതിനെ അഡ്രസ് ചെയ്തേ പറ്റും നമ്മൾ. അതെ, അങ്ങനെയൊക്കെ. പിന്നെ മൊത്തത്തിൽ ഈ മലയാളം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുറേ ജീവിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മൊത്തത്തിൽ ജീവിതമാണല്ലോ. ഒരെണ്ണം റൊമാൻറ്റിക് ആണെങ്കിൽ വേറൊന്നും ദുരന്തം, വേറൊന്നും പുതിയൊരു വളർച്ച, ഒരു പുതിയ അനുഭവലോകമല്ലായിരുന്നു. അതെ, അത് ഉറപ്പായിട്ടുമാണ് സാർ. ജീവിത വീക്ഷണത്തെ എങ്ങനെയാലും സ്വാധീനിച്ചു. ഉറപ്പായും ഖസാക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഏത് കൊടിയ നിരാശ എത്തുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തെ ഇതിവിടെ വേദന മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ടു ദി ഓൾ ദി ലോവസ്റ്റ് പോയിന്റ്സിൽ നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അതെ. ഇന്റർവ്യൂവിന് സിദ്ധാർത്ഥിന് എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ മലയാളമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ? ഇന്റർവ്യൂവിന് കേരളമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ടീച്ചർ. മലയാള സാഹിത്യം അങ്ങനെ ഡയറക്ട്ലി, മലയാള സാഹിത്യം അല്ല, എന്റെ ഡിഗ്രി സാഹിത്യമായിട്ടും ചോദിച്ചിട്ടില്ല. അപ്പോ ഭയങ്കര അവര് തുടങ്ങിയത് തന്നെ ആ ഒരു പ്രസംഗം എന്നുള്ള രീതിയിൽ, പിന്നെ അതിനെ ഫോളോ ചെയ്ത് കേരളത്തിലെ ഡെവലപ്മെന്റ്, എക്കണോമി ആ രീതിയിലായിരുന്നു പോയത്. പക്ഷെ ഒരുപാട് പേരോട് ചോദിച്ചതുകൊണ്ട് മലയാള സാഹിത്യത്തെ കുറിച്ച്, MT യെ കുറിച്ച് ചോദിച്ച ആൾക്കാരുണ്ട്. സ്ഥിരമായിട്ട് MT യെ കുറിച്ച് ചോദിക്കുന്ന ബോർഡുകളുണ്ട്. അതെ, നമ്മുടെ സൂഫിയാൻ ഉണ്ടല്ലോ,
സൂഫിയാനോട് ചോദിച്ചതും വേറൊരു ഇൻ്റർവ്യൂ കൊണ്ടുവരുന്ന റാങ്ക് ലിസ്റ്റ് വരാത്ത ഒരാളോട് ചോദിച്ചപ്പോൾ സെയിം ക്വസ്റ്റനാണ്, ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ്. അത് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എങ്ങനെയാണ് സാഹിത്യം, അതായത് കേരള സൊസൈറ്റി ഇങ്ങനെ രൂപപ്പെടുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്കെന്ത്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരം വരാറുണ്ട്. ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഏരിയ ആണെങ്കിൽ അവരങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയും. കുറെ സിനിമ, സാഹിത്യത്തിന് തുടങ്ങി സിനിമ അങ്ങനെ പോകുന്ന കുറെ സ്ഥലങ്ങൾ ഉണ്ട്. അത് ഇപ്പൊ നമ്മള് മോക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇതിലും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ സാറിനോടൊന്നും പറഞ്ഞില്ല, എന്നോട് ഒരു ഡൽഹി ഇന്റർവ്യൂവിന് ചോദിച്ചു ആരാണ്, അല്ല ഞാൻ കുറച്ച് ലിറ്ററേച്ചേഴ്സിനെ പറയാന്ന് പറഞ്ഞു, ടക്സി പിള്ള എന്ന് പറഞ്ഞു. എനിക്ക് ടക്സി പിള്ള ആരെന്ന് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി തകഴി ശിവശങ്കര പിള്ളയാണ് ഈ ടക്സി പിള്ള എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അത് വെച്ച് അപ്പൊ ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്താണ് ഈ സാധനം. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തകഴിയാണ് ടാക്സി ആക്കിയത്. പിന്നെ ഞാൻ കാര്യം പറഞ്ഞു, ഓക്കെ പുള്ളിയുടെ ചെമ്മീനുണ്ട്, കയറുണ്ട്, അങ്ങനെ പറയാൻ പറ്റി. അപ്പൊ അവർക്കറിയാം, അവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ മലയാള സാഹിത്യത്തിലെ ഫിഗേഴ്സിനെ എല്ലാം നന്നായിട്ട് അറിയാം, റീസെന്റ് ബുക്സ് അറിയാം. അങ്ങനെ മൊത്തത്തിൽ ഒരു ലിറ്ററേച്ചർ സിറ്റുവേഷൻ എന്താണെന്ന് അവർക്കറിയാം. ഞാനിപ്പോ ട്രാൻസ്ക്രിപ്റ്റ് നോക്കുമ്പോഴും ഏതോ ഒരു പുള്ളി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു KR മീരയുടെ എഴുത്തുകളെ കുറിച്ച് ചോദിക്കുന്നത്, ഷീ വാസ് പുള്ളിയുടെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും വരാം. അവർക്ക് അറിയാവുന്ന ഒരു ആള് ഇവിടുത്തെ ഒരു എഴുത്തുകാരിയാണെങ്കിൽ അതും വരാം. അപ്പോൾ നമ്മള് ജനറലി ഒരു അവയർനെസ്, നമ്മൾ ലിറ്ററേച്ചർ ഓപ്ഷനല്ലോ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. അതില്ലാത്തവരോടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, സിദ്ധാർത്ഥമായിട്ട് ഇത് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ മലയാളം ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറയാറുണ്ട്, നിങ്ങൾക്കിതൊരു ബേർഡൻ ആവില്ല, കാരണം നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാം. സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എത്രയും തിരക്കുള്ള വേറെ ആസ്പെക്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അറിയില്ല. മലയാളം ക്ലാസ് കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അടുത്ത സ്റ്റാറ്റസ്, അത് കഴിഞ്ഞ് അടുത്ത് നോക്കുമ്പോൾ വീണ്ടും. അപ്പോൾ ഞാൻ ഇതൊക്കെ എപ്പോ അപ്പോൾ അതിൽ ഇപ്പോൾ ദേവികയാണെങ്കിലും നന്ദനാണെങ്കിലും കഴിഞ്ഞ വർഷം അവരെല്ലാവരും പറയായിരുന്നു മലയാളം ആയതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് 5 days കൊണ്ട് നമുക്ക് പഠിച്ചെത്തിക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും തിരക്ക് സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് അവരെ പോലുള്ള തിരക്കല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് മലയാളം ഓപ്ഷനിലായതുകൊണ്ട് കുറച്ച് സൗകര്യമായിരുന്നു. അത് കുറെ സമയം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതിന്റെ അത്രയും ഒരു ഭാരം വരുന്നില്ല. കാരണം ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന തിരക്കുകൾക്കും സാഹിത്യമായിട്ട് ബന്ധമുണ്ട്. സാഹിത്യോത്സവങ്ങളായാലും ഇതാണെങ്കിലും എല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ അപ്പൊ കുറെ ഐഡിയ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ മാതൃഭൂമി അക്ഷരോത്സവ ചന്ദ്രനാണ് ഇങ്ങനെ സാറിന്റെ വീഡിയോ എടുത്ത് അയക്കുന്നുണ്ട്, നമ്മുടെ ഖസാക്കിന്റെ വരികൾ സാർ എങ്ങനെയോ പാത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സൈഡിലതുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ആ GS സമയത്ത് എന്റെ ഒരു ആശങ്ക ഒന്ന് പറഞ്ഞു, അവർക്ക് ഇങ്ങനെ എല്ലാം പഠിക്കണമല്ലോ. അപ്പൊ മലയാളം എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് GS സമയത്ത് കുറെ കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. ബാക്കിയുള്ള അത്രയും ഇത് കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ ക്ലാസ് കണ്ടോണ്ടിരിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെസ്റ്റ് ഒരു വീക്കിലി വൺസ് ടെസ്റ്റ് എടുക്കും. പക്ഷെ ലാസ്റ്റ് 5 ദിവസം എത്തിയപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു 5 ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അവിടെയൊക്കെ നന്ദനയാണ് എന്റെ, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു ഇത് വരുമ്പോൾ ഞാൻ നേരെ നന്ദനയോട് ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ല, അവസാനത്തെ 5 ദിവസം മാത്രം മതി, ഇത് കിട്ടും. അപ്പൊ ഞാൻ ഓക്കെ അവസാനത്തെ 5 ദിവസം മതി, 278 നന്ദനയ്ക്ക് കിട്ടിയിട്ടുണ്ട്, മതി ആ ഒരു സ്കോറിംഗിലേക്ക് എത്താനായിട്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതിന്റെ മലയാളം ഓപ്ഷനിൽ എനിക്ക് തോന്നുന്നു ടീച്ചർ സാറും കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നത് നന്ദനയുടെ അടുത്താണ്. നന്ദനയുടെ ആൻസർ ഷീറ്റ്സ് നോക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒന്നുകൂടെ ഓക്കെ ഈ പാറ്റേൺ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ പാറ്റേൺ അങ്ങനെ ഒരു അഷുറൻസ് നമ്മൾ എടുത്തോണ്ടിരുന്ന ഒരാള് നന്ദന. 5 ദിവസം നമുക്ക് മലയാളം മാത്രം മതിയല്ല, ആ സമയത്ത് തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് നമുക്ക്, അല്ലേ? നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ, നമ്മുടെ ആ ഡിസ്കഷൻസ് ഒക്കെ നന്നായി കുറെ അത്യാവശ്യം അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സാർ. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കും ഓക്കെ ഇത് എത്തിത്തീരുമോ, കാരണം ഇനി ഒരു ഔട്ട് ഓഫ് സിലബസ് വന്നാൽ എന്താണ്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടോ ഇതുകൊണ്ടോ അങ്ങനെ ഒരു സാധനം വന്നില്ല. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് വന്നു. ഔട്ട് ഓഫ് സിലബസ് വന്നു. നീലമഹാമേഘം അതിനിടയ്ക്ക് കിടക്കുന്ന എവിടെയെങ്കിലും ഒരു സാധനം എടുത്തായിരിക്കും. മനസ്സിലായി, 2 ടോപ്പിക്കുകളാണല്ലോ. ആ 2 ടോപ്പിക്കിന്റെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു കണക്ഷൻ അതുമായിട്ട് കാണും. ഒരു അവബോധം കിട്ടി മൊത്തത്തിൽ ശരിക്കും വേണ്ട ഒരു മൊത്തം ഒരു അവബോധമാണ്. എവിടുന്നാണ് നമുക്ക് നിൽക്കാം. ജനറലി നമ്മൾ ഈ പറഞ്ഞ പോലെ വൈഡർ ആയിട്ട് നമ്മൾ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനകത്തൊരു എന്തെങ്കിലും കാണാം. ബാക്കിയുള്ളവരെക്കാൾ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് വരാൻ മലയാളം എടുക്കാൻ ഒരുപാട് പേര് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സിദ്ധാർത്ഥൻ്റെ അഭിപ്രായത്തിന് എന്തായാലും തീർച്ചയായിട്ടും വിലയുണ്ട്. മലയാളം എടുക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അവരോട് എന്താ സിദ്ധാർത്ഥന് പറയാനുള്ളത് മലയാളം ഓപ്ഷണൽ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച്?
പുതിയ കുട്ടികളോട് എന്താ പറയുള്ളത്? ഞാൻ പറയുന്നത് ടീച്ചർ എപ്പോഴും പറയുന്നത്, എപ്പോഴും ഇന്നലെ എന്നോട് ആൾക്കാർ ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറെ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കാണുക, അത് നമ്മൾ നോട്ടുകൾ പ്രോപ്പറായിട്ട് എഴുതി വെക്കുക. നമ്മൾ പ്രിലിംസ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം, ബാക്കി നമുക്ക് പിന്നെ വർക്ക് ചെയ്യാം. കാരണം പിന്നെയുള്ള നമ്മൾ ഒരിക്കൽ പ്രിലിംസ് നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള 3 മാസം നമ്മൾ വിചാരിക്കാത്ത എനർജിയും എഫേർട്ടും നമുക്ക് ഇടാൻ പറ്റും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഈ ലാസ്റ്റ് 3 months എന്ന് പറഞ്ഞാൽ പ്രിലിമിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലച്ചോറിന്റെ ഒരു വലിയ ഭാഗത്ത് നിന്ന് പ്രിലിമിൻസ് എന്നുള്ള ആ സാധനം പോയി. പിന്നെ നമുക്ക് ഇതിൽ ഭയങ്കര എനർജി ആയിരിക്കും. വർക്ക് ചെയ്യാന്ന് മാത്രമല്ല, നമുക്ക് പിന്നെ ഒരു വിലയുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായി നമ്മളെ ഒരു സീരിയസ് ആസ്പിരന്റ് ആയിട്ട് അംഗീകരിക്കുക. പിന്നെ നമുക്ക് വേറെ വള്ളികളൊന്നുമില്ല. നമ്മൾ ഓക്കെ പഠിച്ചാൽ മതി എന്നൊരു അത് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പഠനം യഥാർത്ഥത്തിലുള്ള പഠനം, വായന പഠനം, ക്ലാസ്സുകൾ, അന്നേരം ഒരു ഡൈനാമിക്സിലേക്ക് നമ്മൾ വരുവാണ്. നമ്മൾ എന്തായാലും നമ്മൾ 1 വർഷം മുന്നേ കേട്ട വീണ്ടും ഓർത്തെഴുതുന്നില്ല. നമ്മൾ 1 വർഷം മുന്നേ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചാൽ അതിനുശേഷമുള്ള ഈ 3 മാസത്തെ എഫേർട്ടിൽ അത് ഡെവലപ്പ് ചെയ്യാൻ. നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ കാലയളവ് കുറച്ച് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അതും കുട്ടികൾക്ക് ഒരു ആശങ്ക. ഇപ്പം ചിലയിടത്ത് ഇപ്പോൾ 1 മാസം 3 മാസം പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശങ്കയാണ്. ഞാൻ എടുക്കുമ്പോഴേ പറയും ഇത് 6 മാസം ഉണ്ട്, തീരില്ല. അപ്പൊ ഇത് നമ്മൾ തീർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഫിലിംസ് കഴിഞ്ഞിട്ട് സേഫ് ആയിട്ട്. എന്തായാലും പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡെപ്ത് ഉണ്ട്. അപ്പൊ ആ ഡെപ്തിലേക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ക്യാപ്സ്യൂളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇതൊരു ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതൊരു റൈറ്റ് വേ ഇത് തന്നെയാണല്ലോ, ഈ ഒരു സമയം എടുത്ത് പഠിക്കുക. ആ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഓക്കെ ഇപ്പൊ മലയാളം സാഹിത്യത്തിൽ അത്യാവശ്യം ഇതുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇതില്ലാതെ നമ്മൾ വരുന്ന ഒരാളാവുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്ട് ഈ വിഷയത്തിനും ആ പരീക്ഷയ്ക്കും കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത്രയും സമയം എടുത്ത് നമുക്ക് ആ ഒരു വർക്ക് ചെയ്താൽ അതിന്റെ പിന്നെ നമുക്ക് ആ 3 months ഒറ്റത്തള്ളിൽ നമുക്ക് അത് താഴേക്ക് എത്തിക്കാൻ പറ്റും. സിദ്ധാർത്ഥിനോട് ഞാൻ ചോദിക്കാനിരുന്ന കാര്യം സിദ്ധാർത്ഥ ആദ്യം തന്നെ പറഞ്ഞു. ഇതിൽ ഏതാണ് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു പാഠഭാഗം? ഖസാക്കാണല്ലോ, ഇനിയിപ്പോ എന്റെ സ്ട്രൈക്ക് ചെയ്ത പാഠഭാഗം എന്ന് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാരത പര്യടനേ പറയുള്ളൂ ടീച്ചർ. കാരണം അത് മൊത്തം ലൈഫ് ലെസൺ ആണ്. ഇപ്പൊ ഖസാക്ക് നമ്മൾ നിരാശ ഇതിന്റെ ഇതിലാണെങ്കിൽ കുരുക്ഷേത്രം അവിടെ കിടക്കുക. കുരുക്ഷേത്രം അവിടെ അത് മറ്റൊരു ഇതെല്ലാം ആധുനികമായ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചില സമയത്ത് മോട്ടിവേഷൻ വരേണ്ട സമയത്ത് നമുക്ക് ഭാരത പര്യടനമായിരിക്കും ഏറ്റവും അതായിട്ട്, അല്ലെങ്കിൽ ഒരു ചോയ്സ് എടുക്കേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ മാർക്കണ്ഡേയനെ നേശേ ബലസീതി ചരേത ധർമ്മം, അങ്ങനെ നമ്മളെല്ലാ പല രീതിയിലാണിത് ഓരോന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് ചെമ്മീൻ നമുക്ക് വായിക്കാൻ അതായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ പല രീതിയിൽ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് മലയാളം വീണ്ടും തുടരുന്നു. ഇവിടെയല്ല, ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനി എന്നും മാർക്കണ്ഡേയന്മാരെ നമുക്ക് കാണേണ്ടി വരുന്നു അല്ലേ? സിദ്ധാർത്ഥന്റെ കർമ്മബോധങ്ങളിൽ എന്താണ് ഈ ഒരുപക്ഷെ നമ്മൾ ലിറ്ററേച്ചർ പഠിച്ചതിൽ ആർജിച്ചെടുത്ത ഗുണങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് ശരിക്കും മനുഷ്യജീവിതത്തിന് ആവശ്യമാണ് കേട്ടോ, അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കൊക്കെ ചെല്ലുമ്പോഴേ നമ്മളെന്താണ് പറയുന്നത്, പല ജീവിതങ്ങളെ മനസ്സിലാക്കാനും ഈ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ സ്വയം നവീകരിക്കാനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് എപ്പോഴും നമ്മൾ സാഹിത്യത്തെ കാണുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകാൻ നമ്മളെ എന്ന് വെച്ചാൽ വായിക്കുന്ന എല്ലാവരും നല്ല മനുഷ്യരാകണമെന്നില്ല, പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വായിക്കേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മനുഷ്യനാകാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ മലയാളം മാത്രം അവസാനിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. മലയാളം സാഹിത്യം ഒരിക്കലും അല്ല, ഓപ്ഷൻ എടുത്തതിന്റെ ആ ഒരു ധാര നമ്മുടെ തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. അപ്പൊ ശരി, എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ സിദ്ധാർത്ഥേ, ശരി. ഓക്കെ, താങ്ക് യു.